നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ ഏതൊക്കെ തരം മീൻ കാണിച്ചു കഴിഞ്ഞാലും അവരുടെ ഊഹത്തിൽ ഏത് മീനാണോ ആ മീനിൻ്റെ പേരും അതിൻ്റെ ടേസ്റ്റും കാര്യത്തിനെ പറ്റിയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മളുവൻ, തമ്പാൻ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ആൾക്കാർ കമൻറ്റ് ചെയ്ത മീനാണ് ഈ കാണുന്ന മീൻ. അപ്പോൾ ഈ മീൻ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കുന്ന തമ്പാനും അതുപോലെ മളുവൻ എന്ന് പറയുന്ന മീനല്ല കേട്ടോ. പക്ഷെ കളറൊക്കെ ഏകദേശം ഒരുപോലെ ആയിരുന്നാലും സ്ഥിരമായിട്ട് ഈ മീനുകളെ പരിചയമുള്ള കൂട്ടുകാർക്ക് മാത്രമേ ഏത് മീനാണെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മീൻ തമ്പാനോ മളുവനോ അങ്ങനത്തെ മീനൊന്നുമല്ല. ഇതിനെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തും അതുപോലെ പൊതുവെ ട്രിവാൻഡ്രം ജില്ലയിലും പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണംകടന്ത, കണ്ണംപോള എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച തമ്പാൻ മീനുമായിട്ട് എന്താണ് ഇതിന് സാദൃശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് മഞ്ഞ ഒഴിച്ച് അവിച്ച് കഴിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പുളിമുളക് വയ്ക്കാനോ ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ നമുക്ക് തമ്പാൻ മീൻ അങ്ങനെയല്ല. ആ തമ്പാൻ മീൻ നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് കഴിച്ചാലും അടിപൊളി സാധനമാണ് കേട്ടോ. പക്ഷേ ഈ സാധനം കാണുന്ന മീൻ നമ്മുടെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തൊലി ഉരിച്ചിട്ടാണ് വരുന്ന കസ്റ്റമറിന് ഇതിനെ കൊടുക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ട് പല ആൾക്കാരും പേര് പോലും അറിയാത്ത പല മീനുകളും വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുകാരുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയോ കാര്യങ്ങളോ ഒന്നും ഉരിക്കാനോ നിൽക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ പൂവും കുടലെടുത്ത് മാറ്റും. അവർ ഒന്നുകിൽ മഞ്ഞ ഒഴിച്ച് അവിക്കാനായിട്ട് നോക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പുളിമുളക് വെച്ച് കഴിക്കാൻ നോക്കും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്ന സാധനം. നമ്മുടെ കൂട്ടുകാരെ ക്ലിയറായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ. നമ്മൾ നേരത്തെ കാണിച്ച തമ്പാൻ മീനെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറി വെച്ച് അതിനെ കോരി എടുക്കുമ്പോഴത്തേക്കും അത് തവിട് പൊടിയായി പോകാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നമ്മൾ ആദ്യം കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കൊല്ലം സൈഡിലൊക്കെ പറയുന്ന പേരാണ് നമ്മുടെ തമ്പാൻ മീൻ പറഞ്ഞത്. അതായത് ഈ കാണുന്ന മീനിൻ്റെ പേരാണ് തമ്പാൻ മീനിന് വേണ്ടി അവർ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ നാടുകളിൽ ഈ മീനിന് പറയുന്ന പേര് എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതിൽ 2 വെറൈറ്റിയാണ് വരുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന മീൻ ഇച്ചിരി പരന്ന മീനാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു വെറൈറ്റി വരും. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക, നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. രണ്ടും ഒരേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യാനും നല്ല ബെറ്റർ ആയിട്ടുള്ള മീനാണ്. അപ്പോൾ തമ്പാൻ മീനുമായിട്ട് എന്താണ് സാദൃശ്യമാണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ തമ്പാൻ മീനിന് കൊടുക്കേണ്ട വിലയൊന്നും ഈ കാണുന്ന മീനിന് കൊടുക്കേണ്ടി വരത്തില്ല. എന്നാലും തമ്പാൻ മീൻ എന്നും തമ്പാൻ മീൻ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തോ മറ്റ് തീരദേശങ്ങളിലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മീനുകളുടെ ആ കളറും അതുപോലെ അതിൻ്റെ ആ ഒരു തൊലിയുടെ കണക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നാളെ പോയിട്ട് തമ്പാൻ മീനാണെന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും മീൻ വാങ്ങിച്ചുകൊണ്ട് പോയി നിങ്ങൾ കഴിച്ചിട്ട് നമ്മളെ ഒന്നും കുറ്റം പറയില്ലേ. ഓക്കെ എന്നാ.